എൻ്റെ അച്ഛന് കഠിനമായ ശിക്ഷയൊന്നും കൊടുക്കല്ലേ, ഒരു വാണിംഗ് മതി. ആലപ്പുഴ നൂറനാട്ടെ 4ാം ക്ലാസ്സുകാരിയുടെ ഈ വാക്കുകളിലുണ്ട് അച്ഛൻ അവൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന്. കുട്ടിക്കാലത്ത് അമ്മയെ നഷ്ടപ്പെട്ട ആ പെൺകുട്ടിയെ അച്ഛൻ അൻസാർ പൊന്നുപോലെ നോക്കിയതാണ്, അവളെ ഏറെ സ്നേഹിച്ചതാണ്. എന്നാൽ അൻസാറിൻ്റെ 2ാം വിവാഹത്തോടെ മകളുടെ ദുരിതകാലം തുടങ്ങി. കുട്ടിയുടെ മുഖത്ത് അടിയേറ്റ പാട് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ തിരക്കിയപ്പോഴാണ് വീട്ടിലെ നരക ജീവിതത്തെക്കുറിച്ച് ആ കുരുന്ന് വെളിപ്പെടുത്തിയത്. സംഭവം അറിഞ്ഞ് ശിശുക്ഷേമ സമിതി എത്തിയപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാം വിശദീകരിച്ചു. എന്നാൽ അച്ഛന് ശിക്ഷയൊന്നും കൊടുക്കരുതെന്നായിരുന്നു ആ പെൺകുട്ടിയുടെ അപേക്ഷ. പോലീസ് കേസെടുത്തതോടെ അൻസാറും 2ാം ഭാര്യ ഷെഫീനയും ഒളിവിലാണ്. ചുമന്നു തിണർത്ത പാടുകളും നീരിവച്ച മുഖവുമായി ക്ലാസ് മുറിയിലേക്ക് കയറി വന്ന 4 വയസ്സുകാരി എല്ലാവരുടെയും നൊമ്പരമായി മാറുകയാണ്. അധ്യാപികയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കണ്ണീരോടെ അവൾ രണ്ടാനമ്മയുടെയും അച്ഛന്റെയും ക്രൂരപീഡനം തുറന്നു പറഞ്ഞു. ഞാൻ കഥ തുറന്നപ്പോൾ എന്നെ മുടിക്ക് കുത്തി പിടിച്ചോണ്ട് പോയി. പിന്നെ വാപ്പെടുത്ത് കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ ചെള്ള എൻ്റെ 2 അടി തന്നു, ഈ ചെള്ള 1 അടിയും തന്നു, 3 അടി അടിച്ച. കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കിയ അധ്യാപകർ ചൈൽഡ് ലൈനെ ഉൾപ്പെടെ വിവരമറിയിക്കുകയായിരുന്നു. രാവിലെ സ്കൂളിൽ വന്നപ്പോൾ മുഖം എല്ലാം കൂടെ നീര് പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ക്ലാസ് ടീച്ചർ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇതുപോലെ മാതാപിതാക്കൾ ഉപദ്രവിച്ചാണ്. ഉടനെ തന്നെ നമ്മളതിന്റെ ബന്ധപ്പെട്ട അധികാരികളെ കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. തനിക്ക് അമ്മയില്ലെന്നും 2ആനമ്മയാണുള്ളതെന്നും ഉമ്മിയും വാപ്പിയും ചേർന്ന് തന്നെ ഉപദ്രവിക്കുകയാണെന്നും കുട്ടി പുസ്തകത്തിലെഴുതിയ കത്തിൽ വ്യക്തമാക്കുന്നു. നോട്ട്ബുക്കിൽ അനുഭവമെന്ന തലക്കെട്ടോടെയാണ് എല്ലാം എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും 2ആനമ്മ മുടിക്കുത്തിൽ വലിച്ചിഴച്ച് 2 കവിളുകളിലും മാറി മാറി അടിച്ചു. പുസ്തകത്തിലെഴുതിയ കാര്യങ്ങൾ ശരിവെക്കുന്നതായിരുന്നു മുഖത്തും ശരീരത്തിലും കണ്ട ക്ഷതങ്ങൾ. ശാരീരിക മാനസിക പീഡനം കുഞ്ഞിനോട് തുടങ്ങിയിട്ട് കാലങ്ങളായി. ഭക്ഷണം കൊണ്ടുപോയ പാത്രം സ്കൂളിൽ മറന്നുവെച്ചതിന് കരണത്തടിച്ചു. കളിക്കുന്നതിനിടെ അനുജനുമായി വഴക്കുണ്ടാക്കിയതിനും തല്ലി. ബാത്റൂമിൽ പോകാൻ പോലും അനുവദിക്കില്ല. അനുഭവക്കുറിപ്പിൽ അവൾ ഇങ്ങനെ ഓരോന്നും എഴുതി വെച്ചിരിക്കുന്നു. ഒടുവിൽ ഇങ്ങനെ പറയുന്നു: മരിച്ചുപോയ എന്റെ അമ്മയെ ഒരുപാട് ചീത്ത വിളിക്കും. നൂറനാട് പോലീസ് വിദ്യാർത്ഥിനിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കേസും രജിസ്റ്റർ ചെയ്തു. പിന്നാലെയാണ് ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ആലപ്പുഴ CWC ഓഫീസിലെത്തിയ പിതാവിന്റെ ഉമ്മയ്ക്ക് കുട്ടിയെ വളർത്താനുള്ള താൽക്കാലിക ചുമതല കൈമാറി. കുഞ്ഞിന്റെ ആവശ്യപ്രകാരമായിരുന്നു തീരുമാനം. കുഞ്ഞ് ജനിച്ച 7ാം ദിവസം അമ്മ മരിച്ചതാണ്. അന്ന് തൊട്ട് അച്ഛന്റെ അമ്മയാണ് കുട്ടിയെ വളർത്തുന്നത്. News 18 ആലപ്പുഴ. കുട്ടികളാണെങ്കിൽ